എന്റെ പേര് പി ബിദുല. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്, ഏലത്തൂരുകാരിയാണ്. എന്റെ സ്വന്തം ദേശം വരുന്നത് കണ്ണാടിക്കലാണ്, കോഴിക്കോട്. ഞാൻ ചെറുപ്പം മുതൽ പോട്ടറി, ക്ലേ മോഡലിംഗ്, സ്കൾപ്റ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത് വരുന്ന ഒരാളാണ്. ഇതിനോട് വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. വളരെ ചെറിയ പ്രായം മുതൽ ഇങ്ങനെ കുഞ്ഞു പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയും അതിലൂടെ ചെറിയ വരുമാനങ്ങൾ കണ്ടെത്തിയും സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഡിഗ്രി പഠനങ്ങൾക്ക് ശേഷം പോട്ടറി ഒരു സബ്ജക്റ്റായി എടുത്ത് പഠിക്കുകയും അതിനുശേഷം വളരെ സീരിയസ് ആയിട്ട് ഒരു ജോബ് എന്ന നിലയ്ക്ക് എനിക്കൊരു ഇതിനകത്തുനിന്നൊരു വരുമാനം കണ്ടെത്തണം, എനിക്ക് വേറൊരു ജോലി വേണ്ട എന്നുള്ള തീരുമാനിക്കാൻ, അതിലൂടെ ഈ ഒരു വഴിക്ക് തന്നെ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യാണ് ഉണ്ടായത്. പിന്നീട് പല എക്സിബിഷനുകള്, ഹാൻഡിക്രാഫ്റ്റ് എക്സിബിഷനുകളിലൂടെയാണ് ഞാൻ പുറം ലോകത്തേക്ക് എത്തുന്നത്. അതുവരെ വീട്ടിലിരുന്ന് കുഞ്ഞു പ്രോഡക്ട്സ് ഒക്കെ ചെയ്യായിരുന്നു. കുറച്ച് ഇന്റീരിയർ ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന പോട്ടേഴ്സ് വീൽ ഇല്ലാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എക്സിബിഷനുകളിലൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ വാടകയ്ക്കൊരു പോട്ടറി വീൽ എടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ വാടകയ്ക്ക് എടുക്കുന്നതിന് ഒരു പരിധി ഉണ്ടായി. കാരണം അവിടെ വാടക 1000 രൂപ ദിവസം വെച്ച് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് ഒഴിവാക്കാലോ. പിന്നെ ഞാൻ എന്തായി, എന്റെ കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുകയും ഏകദേശം ആ ഒരു റേഞ്ചിൽ എനിക്ക് ഒരു എക്സിബിഷനിൽ നിന്ന് കിട്ടണം, അതിൽ നിന്ന് ഞാനൊരു വീല് വാങ്ങിക്കും എന്നുള്ള ഒരു തീരുമാനത്തില് എത്തുകയും ചെയ്തു. അങ്ങനെ ഞാനൊരു നല്ല എക്സിബിഷൻ പങ്കെടുത്തു. അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് എനിക്ക് നല്ലൊരു പോട്ടേഴ്സ് വീല് വാങ്ങിക്കാനും പറ്റി. അതിന് പിന്നാലെ എനിക്ക് വേണ്ട ഓരോരോ ഉപകരണങ്ങൾ എന്റെ വരുമാനത്തിൽ നിന്ന് തന്നെ വാങ്ങുകയും പിന്നെ ആ വരുമാനവും ആയിട്ട് എനിക്ക് ഇന്നിപ്പം സ്ഥിര വരുമാനം ഉണ്ട് ഈ പോട്ടറിയിൽ നിന്ന് തന്നെ. ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തുകയും ചെയ്തു. എന്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാനും ചെയ്യാനൊക്കെ പ്രയാസമാവോ, എന്റെ വീട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്യോ എന്നുള്ള ഒരുപാട് ആശങ്കകളായിരുന്നു. പക്ഷെ ആദ്യം അവർക്കും എന്നെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ സമയം എടുത്തെങ്കിലും മനസ്സിലായി കഴിഞ്ഞപ്പം എന്റെ കൂടെ അവർ നിന്നു. എന്റെ അമ്മായിയമ്മയാണെങ്കിലും എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഏറെ എനിക്ക് സപ്പോർട്ട് അവരിൽ നിന്ന് കിട്ടുകയും ചെയ്തു. എന്റെ ഓരോ സ്റ്റെപ്പിലും എന്റെ കൂടെ കൈപിടിച്ച് നിൽക്കാൻ, നിങ്ങക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു തരണോ മോളെ, വല്ല മണ്ണ് ഉരുട്ടാനോ പരത്താനോ ഞാനും വരണോന്ന് അമ്മ എപ്പോഴും ചോദിക്കും. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ എത്തിപ്പെട്ടതും എന്റെ ഈ കരിയറിലേക്ക് എനിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അങ്ങനെ ഇപ്പോ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്, പല ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. കൂടാതെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടിയിട്ട് പോട്ടറി വർക്ക്ഷോപ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്, ക്ലാസ്സുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പൊ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയില് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്. പല പ്രോഗ്രാമുകളും നമ്മള് പോട്ടറിയും സ്കൾപ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്തു വരുന്നു. കൂടാതെ ശില്പനിർമ്മാണം ഉണ്ട്. ഇപ്പൊ ഒരു ഗാന്ധിജീന്റെ ശില്പം പണിതുകൊണ്ടിരിക്കുകയാണ്. 6 അടി ഹൈറ്റ് ഉള്ള ഒരു ഗാന്ധിജിയുടെ ശില്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ പല ശില്പങ്ങളും ഇപ്പം പല സ്ഥാപനങ്ങളിലേക്കുമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടം വരെയൊക്കെ എത്താൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്റെ പാഷനിൽ നിന്ന് തന്നെ എനിക്കൊരു വരുമാനം ഉണ്ടാക്കി, ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത വരുമാനം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തെ അച്ഛനും അമ്മയും പറയായിരുന്നു, നീ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ മണ്ണും പെയിന്റിങ്ങും ഒക്കെ ആയിട്ടൊന്നും മുന്നോട്ടേക്ക് പോയാൽ ജീവിക്കാനുള്ളത് കിട്ടൂല കേട്ടോ. അപ്പം നമ്മൾ ബുദ്ധിമുട്ടും, അവിടെ നിങ്ങൾക്കൊരു വില ഉണ്ടാവില്ല എവിടെ ചെന്നാലും എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഇന്ന് സമൂഹത്തില് നല്ല വിലയും നിലയുള്ള ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി. ഇപ്പൊ തന്നെ ഞങ്ങളുടെ പ്രദേശത്ത് ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് SIR സ്റ്റാർട്ട് ചെയ്തപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ആ ഏരിയയിലെ, നമ്മുടെ ഏരിയയിലെ ഒരു VIP-ക്ക് ഈ SIR ഫോം കൈമാറിക്കൊണ്ടാണ് സബ് കളക്ടർ ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഓരോ ഏരിയയിലും അങ്ങനെയാണ്. അത് ഇതിന്റെ ഒരു പ്രചരണാർത്ഥമാണ്, അതായത് പബ്ലിക്കിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഈ പ്രാവശ്യം എന്റെ വീട്ടിൽ വന്ന് എനിക്ക് ഫോം കൈമാറിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രദേശത്ത് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ
അവിടുത്തെ ഒരു പ്രധാന വ്യക്തിയായി മാറാനും അതൊരു അംഗീകാരമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അതെനിക്ക് സാധിച്ചത് എന്റെ ഈ ഒരു ഫീൽഡിനോടുള്ള ഡെഡിക്കേഷനും ഇത്രയും കാലത്ത് എന്റെ ഈ ഒരു പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോയതിന്റെ ഒക്കെ ഒരു റിസൾട്ട് ആയിട്ടാണ്. പിന്നെ എനിക്ക് PM വിശ്വകർമ്മ എന്ന പദ്ധതിയുടെ ലോഞ്ചിനോടനുബന്ധിച്ച് 2023 ഡൽഹി ദ്വാരകയിൽ വെച്ചിട്ട് യശോഭൂമി കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും PM വിശ്വകർമ്മയുടെ ലോഞ്ചും ഒരുമിച്ചാണ് നടന്നത്. ആ പ്രോഗ്രാമിലേക്ക് എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. 18 ട്രേഡിൽ പെട്ട 36 പേരെയാണ് അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരാളാവാൻ എനിക്ക് സാധിച്ചു. അതൊരു നാഷണൽ ലെവലിലുള്ള അപ്രീസിയേഷൻ ആയിട്ട് ഞാൻ എടുക്കുന്നു. അങ്ങനെ ആ പ്രോഗ്രാമിൽ അവിടെ ചെല്ലുകയും അവിടുന്ന് പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അതെനിക്ക് വലിയൊരു എന്താ പറയാ ഒരു അംഗീകാരമായിട്ടും എനിക്ക് അതൊരു വലിയ ജീവിതത്തിലെ തന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് തോന്നാണ്. പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് നമുക്ക് എത്താൻ പറ്റി എന്നുള്ളത് ഈ ഒരു ഫീൽഡിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വലിയ നേട്ടമാണ്. ഞാനൊരു സാധാരണ വീട്ടമ്മയായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും സാധിക്കാൻ ഒരു അർഹതയില്ലാതെ ഞാൻ അവിടെ ഇരുന്ന് പോയേനെ. പക്ഷെ എന്റെ ഈ ഒരു ഫീൽഡിനോടുള്ള താല്പര്യവും പാഷനുമാണ് എന്നെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് PMO ആയിട്ട് കാണാനും എല്ലാം എന്നെ അവിടെ എത്തിച്ചതൊക്കെ. എനിക്ക് അതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാല് എനിക്ക് പാരമ്പര്യ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്തൊരു ഫീൽഡിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലേ മോഡലിംഗ് അല്ലെങ്കിൽ പോട്ടറി എന്നുള്ള ഒരു ഫീൽഡില് എനിക്ക് പരിചയമോ ഇല്ലെങ്കിൽ എനിക്കൊരു ട്രെയിനിങ്ങോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അന്ന് ഞാൻ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ കുഞ്ഞു കുഞ്ഞു പ്രോഡക്ട്സ് ഉണ്ടാക്കി അത് എന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും വഴിയിൽ വരുന്ന കോളേജിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ അന്ന് വിറ്റിട്ടുണ്ടായിരുന്നു. അന്ന് 10 രൂപയ്ക്ക് നമ്മുടെ ഓർഗാനിക് ഫ്ലവേഴ്സ് വിൽക്കുമായിരുന്നു. റോസ് ഒക്കെ നമ്മളെ വാലന്റൈൻസ് ഡേ വരികയാണ്. അപ്പൊ വാലന്റൈൻസ് ഡേക്കൊക്കെ ഞാൻ ഒരുപാട് റോസസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. അത് അവിടെയുള്ള കോളേജിലെ ചേട്ടന്മാരൊക്കെ വാങ്ങിക്കും. 5 രൂപയ്ക്ക് 10 രൂപയ്ക്കൊക്കെ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബഞ്ചസ് ഒക്കെ വാങ്ങിക്കുമായിരുന്നു ആൾക്കാര്. അങ്ങനെ അന്ന് തുടങ്ങിയ വരുമാനം ഉണ്ടാക്കലാണ്. പക്ഷെ എനിക്കത് പിന്നെ ഞാൻ ചെറിയ ചെപ്പുകള് ഒരു ഹാർട്ട് ഷേപ്പുള്ള ചെപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള ഗിഫ്റ്റ് ഓപ്ഷൻസ് ഒക്കെ അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ വളർന്ന് പിന്നെ ഞാൻ ഈ പോട്ടറിയുടെ കോഴ്സ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ബേക്കിംഗ് അങ്ങനെ ഈ പോട്ടറിയുടെ പല പല ഘട്ടങ്ങൾ, അതായത് ക്ലേ സെലക്ഷൻ മുതൽ പിന്നെ അതിന്റെ പ്രോസസ്സിങ്, പിന്നെ അതിന്റെ നമ്മളെ പ്രോഡക്റ്റ് ഉണ്ടാക്കല്, അതിന്റെ ഫിനിഷിങ്, അതിന്റെ ബേക്കിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റിലേക്ക് എത്തിക്കുക, അങ്ങനെ പിന്നെ അതിന്റെ മാർക്കറ്റിംഗ്, വീണ്ടും ആ മാർക്കറ്റിംഗ് ചെയ്ത് നമുക്ക് അതിനകത്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ എത്തണമായിരുന്നു. എനിക്ക് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ക്ലേ സെലക്ഷൻ പല നാട്ടിലും പോയി എവിടേക്കാണ് നല്ല ക്ലേ കിട്ടുന്നത്. ഞാൻ ഒന്നാമത് എന്റെ കോഴ്സ് കഴിഞ്ഞ ആ സമയത്ത് തന്നെ ക്ലേനെ കുറിച്ചിട്ട് ഞാൻ അന്ന് ചിന്തിക്കാനും അതിന്റെ പല പല ക്ലേക്കും പല ക്വാളിറ്റിയും പല ടെക്സ്ചറും കളറും എല്ലാം വരുന്നതെന്നൊക്കെ ഞാൻ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പല കോമ്പിനേഷൻസ് ഉണ്ടാക്കി. ഇപ്പൊ ഏകദേശം ഒരു 100-300ഓളം കോമ്പിനേഷൻസ് എനിക്കറിയാം. ആ കോമ്പിനേഷൻസിൽ നമുക്ക് ഓരോ പ്രോഡക്റ്റിനും കിട്ടുന്ന കളറ്, അതിന്റെ ക്വാളിറ്റി, അങ്ങനെ ഞാൻ ക്ലേയുടെ മേഖലയിൽ തന്നെ ഒരുപാട് റിസർച്ചുകൾ നടത്തി ഇപ്പോഴും ചെയ്തു വരുന്നു. ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഒരു ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ ട്രഡീഷണൽ പോട്ടേഴ്സിന് അവരുടെ അച്ഛനപ്പൂപ്പന്മാരിൽ നിന്ന് തന്നെ ഈ എല്ലാ കാര്യങ്ങളും പഠിച്ചു കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 0 ആണ്. ഇതിനെ കുറിച്ച് ഒന്നും അറിയാതെ ഈ ഒരു ഫീൽഡിൽ വന്ന് അവിടുന്ന് ഞാൻ ഓരോ കാര്യങ്ങളിലൂടെ പഠിച്ചെടുത്ത്, കോഴ്സ് എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് കോഴ്സ് പഠിച്ച് ഇറങ്ങുമ്പോഴേക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു പോട്ട് ഉണ്ടാക്കാം. പക്ഷെ ഈ മണ്ണിനെ കുറിച്ച് കുറച്ച് സീരിയസ് ആയിട്ട് പഠിച്ചു. പിന്നെ ചൂളേനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. പിന്നെ ഒരു പുതിയ ചൂള എങ്ങനെ ഉണ്ടാക്കാം, എന്റെ പ്രോഡക്ട്സ് ഞാൻ എങ്ങനെ അത് ബേക്ക് ചെയ്യും, അങ്ങനെ എന്റെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികളായിരുന്നു. വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ചില്ലറ വെല്ലുവിളിയൊന്നല്ല. കാരണം എക്സ്പീരിയൻസ് നിന്ന് മാത്രം കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ചൂള എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിൽ ഇരിക്കുന്നത്. നന്നായിട്ട് ബേക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ എത്ര നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അങ്ങനെയുള്ള ഒരു വെല്ലുവിളിയെ ഞാൻ നേരിട്ടത് ഒരുപാട് ട്രാവൽ ചെയ്ത് പല പോട്ടേഴ്സിന്റെ അടുത്തും പോയി അവര് ചെയ്യുന്നത് നോക്കി അവരുടെ ചൂള പഠിച്ചു. അപ്പൊ നോക്കുമ്പോ ഒരു ആള് ചെയ്യുന്നതല്ല മറ്റൊരാള് ചെയ്യുന്നത്. അവരുടെ ട്രഡീഷണൽ രീതികൾ വേറെ ഉണ്ട്.
കുറച്ചും കൂടെ ടെക്നിക്കൽ ആയിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോ പഠനങ്ങൾ നടത്തി ഞാനൊരു പുതിയ ചൂള ഡെവലപ്പ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് എനിക്കാണെങ്കിൽ എന്റെ ആവശ്യങ്ങൾ ശില്പങ്ങൾ വരും, കുറച്ച് കുഞ്ഞു പ്രോഡക്ട്സ് വരും, പല ഞാൻ ഓർഡർ എടുക്കുക പല രീതിയിലുള്ള പ്രോഡക്ട്സ് ആണ്. കൂടുതലും പണ്ടൊക്കെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് ലാമ്പ് ഷെയ്ഡുകളാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഇങ്ങനെ വന്നു ആ ഓരോ പ്രോഡക്റ്റിനും പറ്റിയ ചൂള ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഒരു ശില്പം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന ചൂള ചെറുതായിരിക്കും, അപ്പൊ ആ ചൂള കുറച്ചുകൂടെ വലുതാക്കി ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് അഴിച്ച് പണിഞ്ഞ് മാറ്റി പണിയാൻ പറ്റുന്ന രീതിയിൽ ഒരു ചൂള ഞാൻ സെറ്റ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ വളരെ എക്കണോമിക്കൽ ആയിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ടൊക്കെ ബേക്ക് ചെയ്യാൻ പറ്റുന്ന പല രീതികളും ഞാൻ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ഈ ഒരു ഫീൽഡില് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന്റെ പിന്നാലെ നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത എന്റെ പരിചയ സമ്പത്ത് 25 വർഷത്തെ, ഈ വർഷത്തേക്ക് 25 വർഷത്തെ എക്സ്പീരിയൻസ് ആയി ഞാൻ. അങ്ങനെ ഞാൻ ഈ ഫീൽഡിൽ ഇവിടെ ഈ ഒരു ലെവലിൽ വരെ എത്താൻ എന്റെ കൺസിസ്റ്റൻസി, എന്റെ ഡെഡിക്കേഷൻ, എന്റെ പാഷൻ എന്നെ സഹായിച്ചു. എന്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണ്. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതയാർന്ന പ്രോഡക്ട്സ് ആണ് എന്റെ മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നതിന്റെയും ഈ ഫീൽഡിൽ എനിക്ക് കിട്ടുന്ന പ്രാധാന്യവും അതാണ്. എന്റെ വ്യത്യസ്തമായ ഡിസൈനുകൾ ഏകദേശം ഒരു 600ഓളം സ്റ്റാളുകളിൽ എന്റെ പ്രോഡക്റ്റ് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മിക്കവാറും ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രോഗ്രാംസ് ആയിട്ട്, എക്സിബിഷൻസ് ആയിട്ട്, പിന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിട്ട്, ഡെമോൺസ്ട്രേഷൻ പ്ലാറ്റ്ഫോമുകളിൽ ഒക്കെ എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു 5000-ൽ പരം, എനിക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല അത്രയും കോളേജുകളിലും സ്കൂളുകളിലും, കൂടാതെ പ്രൈവറ്റ് വർക്ക്ഷോപ്സ്, പിന്നെ പല യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്സ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് കുട്ടികളിലേക്ക് ഇത് പകർത്തി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കൂടാതെ എനിക്ക് ഡെമോൺസ്ട്രേഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നും എനിക്ക് നമ്മൾ കുട്ടികളെ വളർത്തി വഷളാക്കുന്നതിന്റെ പല സൈഡ് എഫക്ട്സ് എനിക്ക് മനസ്സിലാവാറുണ്ട്. കൈ പിടിക്കുമ്പോൾ തന്നെ അറിയാം ചില കുട്ടികൾക്ക് വീട്ടിൽ ഒരു ജോലിയും ചെയ്ത് പരിചയമില്ല എന്നുള്ള. അപ്പൊ അതൊക്കെ എനിക്ക് ആ പാരന്റ്സിലേക്ക് എത്തിക്കാനും അവിടെ എനിക്കൊരു ആ ചെറിയ കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ അവർക്ക് വേണമെങ്കിൽ പാരന്റ്സിന് സാധിക്കും എന്നുള്ളതൊന്ന് അറിയിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റാറുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോ ഞാൻ തന്നെ അറിയാതെ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ ഫീൽഡിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, ഓയിസ്ക ഇന്റർനാഷണലിന്റെ സൗത്ത് ഇന്ത്യൻ ചാപ്റ്ററിന്റെ ജ്വാലാമുഖി അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ട്രഡീഷണൽ പോട്ടർ അല്ലാതിരുന്നിട്ടും ഈ ഒരു ഫീൽഡിൽ നിൽക്കുകയും വളരെ വ്യത്യസ്തമായ രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയും അതിലൂടെ ജീവിതോപാധി കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ആ അവാർഡിന് മാനദണ്ഡം ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു അവാർഡ്. ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് കിട്ടിയിട്ടുള്ള അവാർഡുകൾ. പിന്നെ അത് കൂടാതെ PM നിന്ന് കിട്ടിയ ഒരു അപ്രീസിയേഷൻ ഞാൻ അത് ഒരു അവാർഡായിട്ട് തന്നെ എടുക്കുന്നു, ഒരു നാഷണൽ അവാർഡായിട്ട് തന്നെ എടുക്കുന്നു. കാരണം അന്ന് ആ ഒരു പ്രോഗ്രാം നടന്നതിന് ശേഷം PM അവരുടെ എല്ലാ സോഷ്യൽ മീഡിയാസിലും, യൂട്യൂബ് അടക്കം, ട്വിറ്റർ, അങ്ങനെയുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എല്ലാ ഇതിനകത്തും എന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ആയിരുന്നു പബ്ലിഷ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുഴുവനുള്ള ലീഡിംഗ് ന്യൂസ് പേപ്പറുകളുടെ ഫ്രണ്ട് പേജിൽ അതേ ഫോട്ടോ വരികയുണ്ടായി. അതെനിക്ക് ഒരു നാഷണൽ അവാർഡിനെക്കാട്ടും മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സംരംഭം നിന്ന് ഇവിടം വരെ എത്തി, സ്ഥിര വരുമാനത്തിലെത്തി, ഞാൻ എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ വീട്ടിലിരിക്കുന്ന ഓരോ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ സ്വന്തം കയ്യിൽ നിന്ന് നമുക്ക് പറ്റുന്ന ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ പാഷൻ എന്താണെന്ന്. നമ്മളിലേക്ക് തന്നെ ഒന്ന് ചിന്തിക്കുക. പഴയ ഞാൻ ആരായിരുന്നു, എന്തായിരുന്നു, ഞാൻ ചിത്രം വരയ്ക്കുമായിരുന്നോ, ഞാൻ കഥ എഴുതുമായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവോ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഡാൻസ് ആണോ, പാട്ടാണോ, എന്താണ് ഞാൻ തിരിച്ചറിയാം. അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിക്കുക, ചിന്തിക്കുക. നല്ല ആറ്റിറ്റ്യൂഡും രണ്ടാമത്തത് നല്ല ഫിനാൻഷ്യൽ അച്ചടക്കവും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരു ബിസിനസ്സിലേക്ക് ഒരു കാശ് ഇറക്കി ആ കാശിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു
അതിനകത്തുള്ള വരുമാനം മാത്രം നമ്മൾ എടുക്കുകയും അതിലേക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാശ് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അതിന് നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അച്ചടക്കം ഒരു ബിസിനസ്സിന് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഫീൽഡിൽ ഞാൻ വിജയിച്ചേ മടങ്ങൂ, എനിക്കിനി തിരിച്ചു മടക്കമില്ല, മുന്നോട്ടേക്ക് മാത്രം ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ബിസിനസ്സിലും തളരേണ്ടി വരില്ല. എന്തായാലും ആ ഒരു സന്ദേശം നിങ്ങള് മനസ്സാവരിക്കുക. ഇപ്പൊ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് അവരുടെ സാഹചര്യത്തിൽ നിന്ന് തന്നെ ഒരു പുതിയ സംരംഭത്തിനുള്ള സാഹചര്യം, അവരെ പാഷൻ കൂടെ അവര് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവനവൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് വന്ന ഒരു ജോലി സ്വന്തമാക്കാൻ പറ്റും. സ്വന്തമായിട്ടൊരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അതിനെ 4 ആളിലേക്ക് എത്തിക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്തൊരു ലോകമാണ് ഇന്നത്തെ ലോകം. ഇന്നലെ വരെ ഞാന് കഷ്ടപ്പെട്ട് ഒരു 4 ആൾ അറിയുന്ന ഒരു ലെവലിലേക്ക് എത്താൻ ഞാൻ എടുത്ത സ്ട്രഗിൾ ഒന്നും ഇപ്പൊ ഇന്നൊരാള് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പം ഈ ചെയ്യുന്ന കാര്യം ഇപ്പം പബ്ലിഷ് ചെയ്താൽ ഇന്ന് ഈ നിമിഷം മുതൽ ആൾക്കാരെ അറിഞ്ഞു തുടങ്ങും. അത്രയും ഈസി ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോ വെറുതെ വീട്ടിലിരുന്ന് നമ്മളെ സമയം കളയും. നമുക്ക് സ്വന്തമായിട്ട് കാശില്ല, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് എത്രയോ പിന്നിലായി. നമ്മളെ കയ്യില് നമ്മളെ ആവശ്യത്തിന് നമ്മളെ സന്തോഷങ്ങൾക്ക് ഇല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്കൊരു പൈസ ഇല്ലെങ്കിൽ എപ്പോഴും എന്തിനും ആരോടെയും ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഇതൊരു വലിയ പാഠമാണ്. ഏതൊരു ആൾക്കും അയാളുടെ പാഷനിലൂടെ അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിലൂടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്തെങ്കിലും ഒരു വരുമാനത്തിലൂടെ ഈ ഒരു വലിയ വെല്ലുവിളി, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിനെ ഓവർകം ചെയ്യാൻ പറ്റും. ട്രസ്ബയുടെ എംപവർ ഹർ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എംപവർ ഹർ എന്ന പ്രോഗ്രാമിലൂടെ എന്നെയും ലോകത്തിന്റെ മുന്നിൽ കാണിക്കുകയും അതിന്റെ ഒരു ഭാഗമാകാൻ എന്നെ ക്ഷണിക്കുകയും ചെയ്ത അതിന്റെ ഭാരവാഹികൾക്ക് നന്ദി.